പ്രിയമുള്ള കൂട്ടുകാരെ, ഒരു 5 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കാവുന്ന പപ്പടബോളിയാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് നമ്മൾ ഒരു 2 മണിക്കൂർ കുതിർത്ത് വെച്ചിരുന്ന പച്ചരി നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. പച്ചരി ഇല്ലെങ്കിൽ അരിപ്പൊടി ആയാലും മതി. അതിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂൺ കറുത്ത എള്ളിട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ 1 ടീസ്പൂണ് ചെറിയ ജീരകം ഇട്ട് കൊടുത്തു. അതിനുശേഷം ഒരു 1/4 ടീസ്പൂണ് പെരിഞ്ജീരകം, വലിയ ജീരകം ഇട്ട് കൊടുത്തു. അതിനുശേഷം ഒരു 1/4 ടീസ്പൂണ് കായപ്പൊടിയാണ് നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഒരു 1/4 ടീസ്പൂണ് ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഉപ്പ് പപ്പടത്തിലുണ്ട്, അതിനനുസരിച്ച് ഉപ്പിടുക. നമ്മളൊരു 1/2 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി ഇട്ടിട്ടുണ്ട്. നമുക്ക് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് മുളക് പൊടി വേണമെങ്കിൽ അല്പം കൂടി കളറിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം. കളർ അല്പം കുറവാണ്, നമുക്ക് അല്പം മുളക് പൊടിയോട് ഇട്ട് കൊടുക്കാം. നമ്മളൊരു 1/2 ടേബിൾ സ്പൂൺ കൂടി മുളക് പൊടി ഇട്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുകയാണ്. കൂട്ടുകാരെ, ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് നമുക്ക് സപ്പോർട്ട് ചെയ്യുക. അറിയാൻ വയ്യാത്ത കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് നൽകുക. അപ്പം കൂട്ടുകൂടാത്ത കൂട്ടുകാരൊക്കെ ഒന്ന് കൂട്ടുകൂടുക. അപ്പോൾ ഉപ്പൊക്കെ ഒന്ന് നല്ലതുപോലെ ഒന്ന് നോക്കി എടുക്കാം. അടുത്തായിട്ട് നമ്മൾ അടുപ്പിൽ തീ കത്തിച്ചിട്ടുണ്ട്. അതിലേക്കൊരു ചട്ടി വെച്ച് കൊടുക്കുകയാണ്. നമ്മൾ വിറകടുപ്പിലാണ് തീ കത്തിക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാം. നമ്മൾ ഷെഡിലാണ് പാചകം ചെയ്യുന്നത്. അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. നമ്മൾ ഉപയോഗിക്കുന്നത് പാം ഓയിലാണ്. നിങ്ങൾക്ക് ഏത് എണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം. നമ്മളിവിടെ ഉപയോഗിക്കുന്നത് പാം ഓയിലാണ്. ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുത്തു. എണ്ണ ചൂടായതിന് ശേഷം നമ്മൾ വെയിലിൽ ഒന്ന് ഉണക്കിയെടുത്ത പപ്പടമാണ്. നമ്മുടെ സാധാ പപ്പടമാണ്. ബോളി പപ്പടം എന്ന് പറഞ്ഞാൽ വലിയ പപ്പടം വേറെ ഉണ്ട്. ഇത് നമ്മുടെ സാധാ പപ്പടമാണ്. നമുക്ക് ആവശ്യത്തിന് വേണ്ടി നമ്മുടെ വീട്ടിൽ എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ളതാണ്. നമ്മൾ ആ കലക്കി വെച്ചിരിക്കുന്ന നമ്മുടെ മിശ്രിതത്തിലേക്ക് നമ്മൾ പപ്പടം ഇട്ട് കൊടുക്കുകയാണ്. പപ്പടം എല്ലായിടത്തും ആ മിശ്രിതം പറ്റത്തക്ക രീതിയിൽ ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഈ കാണുന്നത് പോലെ ആ പാത്രത്തിൻ്റെ സൈഡിലൊന്ന് വടിച്ച് എടുക്കുക. അതിനുശേഷം നമ്മൾ എണ്ണയിലേക്ക് ഇടുക. ആദ്യം ഇട്ടത് അല്പം പാളിപ്പോയിട്ടുണ്ട്, എല്ലായിടത്തും അതായില്ല. എങ്കിലും നമുക്കതൊന്ന് തിരിച്ചിട്ട് എടുക്കാം. കണ്ടില്ലേ, അതെല്ലായിടത്തും പറ്റാഞ്ഞതുകൊണ്ടാണ് ആ വെള്ള നിറം കാണുന്നത്. അത് വരാതിരിക്കുക. എല്ലായിടത്തും നല്ലതുപോലെ ആ മിശ്രിതം പറ്റത്തക്ക രീതിയിൽ മുക്കിയെടുക്കുക. നമുക്കത് റെഡിയായിട്ട് നമുക്കൊന്ന് മാറ്റി വെക്കാം. വീണ്ടും നമ്മൾ അല്പം കൂടി വെള്ളം ഒഴിച്ചതൊന്ന് ചാലിച്ചിട്ടുണ്ട്. ഇപ്പോൾ എല്ലായിടത്തും മുങ്ങിയിട്ടുണ്ട്. പപ്പടത്തിലെല്ലാം പിടിച്ചിട്ടുണ്ട്. ആദ്യത്തെ പപ്പടം നമ്മളൊരു ട്രേയിലേക്ക് മാറ്റുകയാണ്. ഇതത്ര കണ്ട് ശരിയായില്ല. അടുത്ത പപ്പടം നല്ലതുപോലെ റെഡിയായിട്ടുണ്ട്. കണ്ടില്ലേ, അടുത്തത് എല്ലായിടത്തും ആ മിശ്രിതം പിടിച്ചിട്ടുള്ളതുകൊണ്ട് നല്ലതുപോലെ റെഡിയായി വരുന്നുണ്ട്. അത് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കുക. കൂട്ടുകാരെ, ഇതുപോലെ തന്നെ എല്ലാം നല്ല ബ്രൗൺ ആകുന്നിടം വരെ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. എല്ലാം മൂത്ത് കിട്ടിയിട്ടുണ്ട്. ആദ്യത്തെ ഒരെണ്ണം പാളിപ്പോയെങ്കിലും ബാക്കിയുള്ളതെല്ലാം നല്ല ക്ലിയറായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ആദ്യത്തേത് പറ്റിപ്പോയത് മിശ്രിതം അല്പം കൂടെ ലൂസാകാനുണ്ടായിരുന്നു. അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എവർക്കും ഒരിക്കൽ കൂടി നന്ദി.